വീട്ടിൽ പിടിച്ചത് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പാവയ്ക്കൊക്കെ എടുത്ത്, ഇത് നീളം പാവയ്ക്കാണ്. പക്ഷേ മേടിച്ചപ്പോൾ അവർ പറഞ്ഞു നാടനാണെന്ന്. പക്ഷെ നാടനാണോ വരുവാന്ന് നമുക്കറിയത്തില്ലല്ലോ. ഇത്രയും നല്ല നീളത്തിലുണ്ട്. മേടിച്ചപ്പോൾ 3 എണ്ണം മേടിച്ചായിരുന്നു നമ്മൾ തൽക്കാലത്തിൽ. പക്ഷെ ഒരു ഭാഗത്ത് കൂടെ ഒന്ന് അഴുകി കണക്കുണ്ടായിരുന്നു. നമ്മൾ ചെത്തുകളയും. എന്നിട്ട് ഈ സൈസിന് വട്ടത്തിന് അരിഞ്ഞെടുക്കണം. കുരുവും കൂടെ ഉള്ളത് നല്ലതായിരിക്കും. അപ്പം നമുക്ക് കുരുവും കൂടെ കൂട്ടി മെഴുക്ക് പുരട്ടുന്നതാണ് നല്ലത്. അതാകുമ്പോൾ നല്ല ടേസ്റ്റിനുപരി നല്ല ഗുണമാണ്. ഇന്നത്തെ കാലത്ത് പാവയ്ക്കൊക്കെ കഴിക്കാൻ ആൾക്കാർക്കൊക്കെ, പണ്ടത്തെ കാലത്തും അങ്ങനെ തന്നെ, എന്നാലും പണ്ടുള്ളവർ മിക്കുള്ളവരും കഴിക്കും. പാവയ്ക്കയിൽ ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല. ഇപ്പം നമ്മൾ ഇതേ വലുപ്പത്തിൽ നിന്ന് നമ്മൾ അരിഞ്ഞിട്ടിട്ടുള്ളത്. ഇതിനായിട്ട് നമ്മൾ കുറച്ച് സവാളയും കൂടെ എടുത്ത് കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ നമ്മൾ ഇത് മാത്രം ഇട്ട് വഴറ്റിയാൽ ശരിയാകത്തില്ല. കുറച്ച് സവാള കൂടെ എടുക്കും. പിന്നെ നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ പച്ചക്കുരുമുളക്. അതും കൂടെ ഇടുമ്പോഴത്തേക്കും നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ കുരുമുളകിൻ്റെ ഒരു എരിവും ആ കയ്പ്പ് നമുക്ക് അത്രയായിട്ട് അറിയത്തില്ല. നമുക്ക് എല്ലാവർക്കും, ഒരുവിധമുള്ള എല്ലാവർക്കും കുട്ടികൾക്കും കഴിക്കാം. അപ്പം നമ്മൾ എണ്ണ ചൂടായി കുറച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നതെല്ലാം കൂടി അതിനകത്തിട്ട് കൊടുക്കും. നമ്മളതിനകത്ത് വെള്ളമോ ഇതൊന്നും ചേർക്കുന്നില്ല. വെറും ആവിയിലിട്ട് വേവിച്ചെടുക്കുകയാണ്, വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതെല്ലാം കുരുമുളകും എല്ലാം സവാള എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടച്ചിട്ട് വേവിക്കാം. അടച്ചിട്ട് കണ്ട ഇത് എണ്ണക്കായി വരുന്നുണ്ട. ഇത് പരുവായിട്ടില്ല, എന്നാലും നമ്മൾ ജസ്റ്റ് തുറന്ന് നമ്മൾ വീണ്ടും നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം എന്താ ഇതുപോലെ ആയിട്ടുണ്ട്. ബൈ ബൈ.